Hi all, welcome to everyone. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S5 BTECH KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം. അപ്പോൾ S5 BTECHിലെ സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് EET307 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഇതിൽ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ 2 മൊഡ്യൂളുകളാണ് നമ്മളിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 5th സെമസ്റ്റർ BTECH ഡിഗ്രി റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2019 സ്കീമാണ്. ഇതിൻ്റെ സബ്ജക്ട് കോഡ് EET307. സബ്ജക്റ്റ് നെയിം എന്ന് പറയുന്നത് സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡ്യൂറേഷൻ 3 hours, മാക്സിമം മാർക്സ് 100. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 2 പാർട്സ് ആണ്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ്. അങ്ങനെ 10 ക്വസ്റ്റിന് 10 × 3 30 മാർക്കാണ്. അപ്പോൾ നമുക്ക് ആകെ 5 മൊഡ്യൂളാണുള്ളത്. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ച് 5 × 2 10 ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റിന് 3 മാർക്ക്, 10 × 3 30 മാർക്ക്. അതാണ് പാർട്ട് എ. വാട്ട് അബൌട്ട് പാർട്ട് ബി? പാർട്ട് ബി കണ്ടെയ്ൻസ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിലേതെങ്കിലും യു ഹാവ് ടു അറ്റംപ്റ്റ് ഓൺലി 1 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ. അങ്ങനെ 5 മൊഡ്യൂളിൽ നിന്നായിട്ട് നമ്മൾ 5 ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും പാർട്ട് ബിയിൽ. ഒരു ഫുൾ ക്വസ്റ്റിന് 14 മാർക്ക്. അപ്പോൾ 5 × 14 70 ഫ്രം പാർട്ട് ബി, 10 × 3 30 ഫ്രം പാർട്ട് എ. ടോട്ടൽ 70 + 30 = 100. ഐ തിങ്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഈസ് ക്ലിയർ. നമ്മളുടെ 2021 BTECH EET307 സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് എന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ മൊഡ്യൂൾ 1ൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് 3-phase alternators, its constructional features, types of armature windings, EMF equation, numerical problems, etc. Then harmonics, causes of harmonics, suppression of harmonics, rating of alternators, parameters of armature winding, armature reaction, equivalent circuit, phasor diagram, load characteristics, power flow equations. These are the topics that you have to concentrate as far as module 1 is concerned. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2021 ഡിസംബറിലെ 19 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പർ EET307 പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് ഒരു 5 വൈൻഡിങ്ങുകളോളം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ ലെയർ വൈൻഡിങ് ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. അപ്പോൾ നമുക്കറിയാം അൾട്ടർനേറ്ററിൻ്റെ മെയിൻ പാർട്സ്. അൾട്ടർനേറ്റർ കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ. അപ്പോൾ സ്റ്റേറ്റർ കൺസിസ്റ്റ് ഓഫ് armature winding. Stator consists of a cast iron frame. Slots are provided on its inner periphery and armature winding is provided in these slots. അപ്പോൾ what are the different types of armature winding? First one, single layer winding and double layer winding. What is the difference between single layer winding and double layer winding? I told you stator consists of a cast iron frame. Slots are provided on its inner periphery and armature winding is provided in these slots. If a slot consists of only one conductor or coil side, ഈ കണ്ടക്ടർ തന്നെയാണ് കോയിൽ സൈഡ്. ഒരു 2 conductors constitute 1 coil. അപ്പോൾ 2 കോയിൽ സൈഡ് കൂടി ചേർന്നാൽ ഒരു കോയിലായി. കോയിൽ വേറെ, കോയിൽ സൈഡ് വേറെ. കോയിൽ സൈഡ് മീൻസ് കണ്ടക്ടർ. അപ്പോൾ ഇഫ് എ സ്ലോട്ട് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 conductor or coil side, it is known as single layer winding. If a coil consists of 2 coil sides or 2 conductors, it is known as double layer winding. അതാണ് സിംഗിൾ ലെയർ വൈൻഡിങ്ങും ഡബിൾ ലെയർ വൈൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഒരു സ്ലോട്ടിൽ 1 കണ്ടക്ടർ ആണെങ്കിൽ സിംഗിൾ ലെയർ, 2 കണ്ടക്ടർ ആണെങ്കിൽ ഡബിൾ ലെയർ. അപ്പോൾ നമ്പർ ഓഫ് കോയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C is equal to half into U into S. C is equal to half into U into S, where C is equal to number of coils, U is equal to number of coil sides or conductors. അപ്പോൾ മനസ്സിലാക്കുക, കോയിൽ സൈഡ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടറാണ്. അപ്പോൾ C is equal to total number of coils, U is equal to number of coil sides or conductors, S is equal to number of slots. ഇതാണ് സിംഗിൾ ലെയർ വൈൻഡിങ് ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ആർമേച്ചർ വൈൻഡിങ്ങിലെ രണ്ടാമത്തെ കാറ്റഗറി കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങും ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? A winding with only 1 slot per pole per phase is called a concentrated winding. അതായത് നമ്മൾ M is equal to, അതിൻ്റെ നൊട്ടേഷൻ ഓർത്ത് വയ്ക്കായിരിക്കും നല്ലത്. M is equal to slot per pole per phase. If M is equal to 1, slot per pole per phase, ഒരു ഫേസിൽ ഒരു പോളിൽ ഒരു സ്ലോട്ട് ആണുള്ളതെങ്കിൽ it is a concentrated winding. Otherwise it is known as a distributed winding. If M is not equal to 1, it is known as distributed winding. If M is equal to 1, it is known as concentrated winding. M means slot per pole per phase. Okay. അടുത്ത കാറ്റഗറി ആർമേച്ചർ വൈൻഡിങ്ങിൽ അടുത്ത കാറ്റഗറി, അതായത് ഫുൾ പിച്ച്ഡ് വൈൻഡിങ് ആൻഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്.
അപ്പോൾ സിംഗിൾ ലെയർ വൈൻഡിങ് ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. ദെൻ രണ്ടാമത് നമ്മൾ പറഞ്ഞത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫുൾ പിച്ച്ഡ് വൈൻഡിങ് ആൻഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫുൾ പിച്ച്ഡ് വൈൻഡിങ് ആൻഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്? A coil with a span of 180 degree electrical is called full pitched coil. അതായത് ഒരു കോയിലിന്റെ ഒരു സൈഡ്, if one side of a coil is under the influence of north pole and other side of the coil is under the influence of south pole and the electrical phase displacement between the two coil is 180 degree, then that coil is known as full pitched coil. That means distance between the two sides of a coil are expressed in terms of electrical degree. Distance between the two sides of a coil are expressed in terms of electrical degree. If that electrical degree is 180, it is a full pitched coil. If it is not 180 or if it is less than 180, it is known as a short pitched coil. Okay, so that is the difference between full pitched coil and full pitched winding, short pitched coil and short pitched winding. അപ്പോൾ ഒരു കോയിലിന്റെ കോയിൽ സ്പാൻ 180 ഡിഗ്രി ഇലക്ട്രിക്കൽ ആണെങ്കിൽ, if the coil span is 180 degree electrical, it is full pitched coil. ആ full pitched coils ഉള്ള വൈൻഡിങ് ആണ് full pitched winding. Otherwise, if the coil span is less than 180 degree electrical, it is known as a short pitched winding. That is the difference between full pitched winding and short pitched winding. I think it is clear. Then next one, integer slot pitch and fractional slot pitched winding. എന്താണ് integer slot pitchും fractional slot pitchും? നമ്മൾ നേരത്തെ പറഞ്ഞു what is the difference between concentrated winding and distributed winding. അതായത് if m is equal to slot per pole per phase 1 ആണെങ്കിൽ അത് ഇൻറ്റിജർ സ്ലോട്ട് പിച്ച് വൈൻഡിങ്, എം നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്. നേരത്തെ പറഞ്ഞത് എം ഇസ് ഈക്വൽ ടു സ്ലോട്ട് പെർ പോൾ പെർ ഫേസ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ, എം ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്, എം നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. അത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഇവിടെ നമ്മൾ പറയുന്നത് ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ചും ഇൻറ്റിജർ സ്ലോട്ട് പിച്ചും. അതായത് ഇഫ് എം ഇസ് ഈക്വൽ ടു 1 2 3 4 എക്സെട്ര, ഇഫ് എം ഈസ് ആൻ ഇൻറ്റിജർ, എം ഇസ് ഈക്വൽ ടു സ്ലോട്ട് പെർ പോൾ പെർ ഫേസ്, ഇഫ് ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ ഇറ്റ് ഈസ് നോൺ ആസ് integer slot pitched winding. If m is not an integer, m ന്റെ വാല്യൂ ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ it is known as fractional slot pitched winding. Then നിങ്ങൾ കഴിഞ്ഞ എന്താ പറയുക DC മെഷീൻസിൽ പഠിച്ചിട്ടുള്ള പോലെ ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ്. നമുക്ക് കൂടുതൽ കറണ്ട് വേണമെന്നുണ്ടെങ്കിൽ ലാപ്പ് വൈൻഡിങ് ആണ്, കൂടുതൽ വോൾട്ടേജ് വേണമെന്നുണ്ടെങ്കിൽ വേവ് വൈൻഡിങ് ആണ്. അതിൻ്റെ അക്കോർഡിംഗ് ടു ദ എൻഡ് കണക്ഷൻ ദ വൈൻഡിങ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ്. ആസ് ഫാർ ആസ് ആർമേച്ചർ വൈൻഡിങ് ഈസ് കൺസേർഡ്, ആദ്യത്തെ 4 വൈൻഡിങ്ങുകളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ ലെയർ വൈൻഡിങ് ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്, ഒരു if there is only one conductor in one slot, it is known as single layer winding. If there are 2 conductors in one slot, it is known as double layer winding. Then concentrated and distributed winding means if m is equal to 1 ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്, എം നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഫുൾ പിച്ച്ഡ് ആൻഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്, ഇഫ് ദ കോയിൽ സ്പാൻ ഈസ് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഫുൾ പിച്ച്ഡ്, അതർവൈസ് ഇറ്റ് ഈസ് ഷോർട്ട് പിച്ച്ഡ്. ഇൻറ്റിജർ സ്ലോട്ട് പിച്ച് ആൻഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if m is equal to is an integer 1 2 3 4 etc, it is an integer slot pitch winding, otherwise it is known as fractional slot pitch winding. So these are the different types of armature winding. First question is over. Then second question, what are the causes of harmonics in the induced voltage of an alternator and how its effects are minimized? So what are the causes of harmonics that we are going to discuss? When alternators are loaded, the generated waveforms deviates from sinusoidal waveform. അപ്പോൾ sinusoidal waveform എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ generated waveform. In the case of an alternator means AC generator, the generated waveform is a fundamental sinusoidal waveform. പക്ഷേ when an alternator is loaded, generated waveform deviates from its sinusoidal waveform. Such non-sinusoidal waveforms whose frequencies are the integral multiples of frequency of the fundamental waveform known as harmonics. If the frequency is 3 times than that of the fundamental wave, it is known as third harmonics. If it is 5 times the frequency of the non-sinusoidal waveform, it is known as fifth harmonic. Okay. If it is 7 times the frequency of that of the fundamental generated waveform, it is known as seventh harmonics. Okay. അപ്പോൾ അതാണ് ഹാർമോണിക്സിനെ കുറിച്ച് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. When an alternator is loaded, the generated waveform deviates from the fundamentally generated sinusoidal waveform അല്ലെങ്കിൽ fundamental sinusoidal waveform. അപ്പോൾ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് generated waveform deviates from the sinusoidal waveform such as non-sinusoidal waveform whose frequencies are the integral multiples of the frequency of the fundamental waveform. അപ്പോൾ ഫണ്ടമെന്റൽ വേവ്ഫോമിന്റെ ഫ്രീക്വൻസിയുടെ 3 ടൈംസ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് തേർഡ് ഹാർമോണിക്സ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ 5 ടൈംസ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഫിഫ്ത്ത് ഹാർമോണിക്സ്. ഫണ്ടമെന്റൽ സൈനുസോഡൽ വേവ്ഫോമിന്റെ 7 ടൈംസ് ഓഫ് ഫ്രീക്വൻസി ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് സെവൻത്ത് ഹാർമോണിക്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ അതാണ് ഹാർമോണിക്സിനെ കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ കോസസ് ഓഫ് ഹാർമോണിക്സ് ഇൻ ദി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഓഫ് ആൻ ആൾട്ടർനേറ്റർ ആൻഡ് ഹൗ ഇറ്റ്സ് ഇഫക്ട്സ് ആർ മിനിമൈസ്ഡ് എന്നുള്ളതാണ്. ഓക്കെ.
അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, അതായത് ഹാർമോണിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ സോഴ്സസ് ഓഫ് ഹാർമോണിക്സ്. സോഴ്സസ് ഓഫ് ഹാർമോണിക്സ്. അതിലൊന്ന് സാച്ചുറേഷൻ ഓഫ് അയേൺ, നോൺ സൈനുസോയിഡൽ ഫ്ലക്സ്, then two triples. These are the sources of harmonics. Okay, saturation of iron. എങ്ങനെയൊക്കെയാണ് ഹാർമോണിക്സ് ഉണ്ടാവാനുള്ള സോഴ്സസ്, എങ്ങനെയൊക്കെയാണ് ഹാർമോണിക്സ് ഉണ്ടാവുക, ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് ഹാർമോണിക്സ് ഉണ്ടാവുന്നത്? അയണിന്റെ സാച്ചുറേഷൻ മൂലം ഉണ്ടാകാം, നോൺ സൈനുസോയിഡൽ ഫ്ലക്സ് മൂലം ഉണ്ടാകാം, ടു ട്രിപ്പിൾസ് മൂലം നമുക്ക് ഈ പറയുന്ന ഹാർമോണിക്സ് ഉണ്ടാകാം. ഓക്കെ, ദെൻ അതായത് അപ്പോൾ നമ്മൾ എന്താണ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞു? വെൻ an alternator is loaded, the generated waveform deviates from its fundamental sinusoidal waveform. Those waveforms are non-sinusoidal nature, which has the frequencies whose frequencies are the integral multiples of the frequencies of the fundamental generated sinusoidal waveform. അതാണ് ഹാർമോണിക്സ്. ഈ ഹാർമോണിക്സിന്റെ സോഴ്സസ് നമ്മൾ പറഞ്ഞു: സാച്ചുറേഷൻ ഓഫ് അയൺ, നോൺ സൈനുസോയിഡൽ ഫ്ലക്സ്, ടു ട്രിപ്പിൾസ്. ഇനി അതെങ്ങനെയാണ് നമ്മൾ സപ്രസ് ചെയ്യുക? ഹൗ ക്യാൻ വി സപ്രസ് ദ ഹാർമോണിക്സ്? ഹൗ ക്യാൻ വി കൺട്രോൾ ദ ഹാർമോണിക്സ്? അപ്പോൾ പ്രധാനമായിട്ട് ബൈ യൂസിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ആർമേച്ചർ വൈൻഡിങ്. ബൈ യൂസിങ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണമെന്നില്ല. ബൈ യൂസിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ആർമേച്ചർ വൈൻഡിങ് വി ക്യാൻ സപ്രസ് ദ ഹാർമോണിക്സ്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആർമേച്ചർ വൈൻഡിങ്? M is equal to slot per pole per phase is not equal to 1. It is known as a distributed winding. Okay, the next one, coding. അതായത് EMF generated in the winding is proportional to cos alpha by 2. അതായത് cos into x alpha by 2, where x is the order of harmonics. If it is third order harmonics, x is equal to 3. If it is fifth order harmonics, x is equal to 5, etc. Alpha is equal to the short coded angle. Short coded angle means അതായത് if the coil span 180 degree ആണെങ്കിൽ, coil span 180 degree ആണെങ്കിൽ full pitched coil span അപ്പോൾ alpha is equal to 180 minus coil span. അപ്പോൾ if a coil span is 140 degree electrical, ഒരു കോയിലിന്റെ രണ്ട് സൈഡുകൾ തമ്മിലുള്ള ഇലക്ട്രിക്കൽ ഡിഗ്രി 140 ആണെങ്കിൽ ആൽഫ is equal to 40. അതായത് 180ക്ക് അത്രയും കുറവുണ്ട്. അതാണ് ഷോർട്ട് കോഡഡ് ആംഗിൾ. അപ്പോൾ നമ്മൾ the EMF generated in the winding is proportional to cos of x alpha by 2, where x is the order of harmonics, where alpha is the coding angle and x is the order of harmonics. അപ്പോൾ അതിനനുസരിച്ച് if a proper value of angle of coding is selected, then harmonics EMF can be reduced. അതായത് alpha is equal to pi by n ആണ്. അപ്പോൾ by selecting suitable angle alpha we can reduce the harmonics. Okay, അപ്പോൾ അതാണ് കോഡിംഗ് മുഖാന്തരം. അപ്പോൾ distributed by using distributed armature winding. By using distributed armature winding, we can reduce the harmonics. By properly selecting the value of short coded angle alpha, we can reduce the harmonics. Okay. Then by using fractional slot pitch winding. എന്താണ് fractional slot pitch winding? അതായത് if m is an integer, m is equal to slot per pole per phase is an integer. If m is equal to as an integer, അതായത് m is equal to 1, 2, 3, etc., it is an integer slot pitch winding. If m not is an integer, if m is a fraction, it is known as fractional slot pitch winding. അപ്പോൾ by using distributed winding, we can reduce the harmonics. By properly selecting the angle alpha and x is the order of harmonics. By properly selecting the angle alpha according to the order of harmonics, we can reduce the harmonics. By using fractional slot pitch winding, we can reduce the harmonics. Okay. So these are the different methods to reduce the harmonics. These are the different methods to suppress the harmonics. ഒന്നുകൂടി ഞാൻ പറയാം. അതായത് harmonics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when an alternator is loaded, the generated waveform deviates from its fundamentally generated waveform. Those non-sinusoidal waveforms are waveforms whose frequencies are the integral multiples of the fundamentally generated sinusoidal waveform. Okay, that phenomenon is known as harmonics. What are the sources of harmonics? Also, harmonics are saturation of iron, non-sinusoidal flux, two triples. How can we suppress the harmonics? We can suppress the harmonics by using distributed armature winding, by properly selecting the coding angle, by skewing, we can reduce the harmonics. By using fractional slot pitch winding, നേരത്തെ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. ബൈ സ്ക്യൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്യൂയിങ് ഇസ് ദ പോൾ ഫേസ്. അതായത് ഇഫ് ദ നമ്പർ ഓഫ് റോട്ടോർ സ്ലോട്ട്സ് ആൻഡ് നമ്പർ ഓഫ് റോട്ടോർ പോൾസ് ആർ ദെയർ, നമ്പർ ഓഫ് സ്റ്റേറ്റർ പോൾസ് ആർ ദെയർ. അപ്പോൾ ദർ ഇസ് ബൈ മേക്കിംഗ് എ സ്ലൈറ്റ് ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റോട്ടോർ പോൾസ് ആൻഡ് സ്റ്റേറ്റർ പോൾസ്. By making a small angle difference between the stator poles and rotor poles,
That process is known as skewing. By using the method of skewing, we can reduce the harmonics. And by providing large air gap, we can reduce the harmonics. അപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയ രണ്ട് പോയിന്റുകൾ പറയുന്നു. By using distributed armature winding, by using concentrated armature winding, by properly selecting the coding angle alpha, by providing large air gap, by providing skewing. Skewing means that by making a small angle difference between the stator poles and rotor poles, we can reduce the harmonics to a certain extent. അപ്പോൾ ഇതാണ് ഹാർമോണിക്സിന്റെ സോഴ്സ് എന്താണ്, ഹാർമോണിക്സ് എന്താണെന്ന് ആദ്യം പറയാം, ഹാർമോണിക്സിന്റെ സോഴ്സ് എന്താണെന്ന് പിന്നെ പറയാം, then suppress the harmonics. So these are the different points that you have to concentrate in connection with the harmonics in an alternator. Okay. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മൊഡ്യൂൾ 1 പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 1 പാർട്ട് ബിയിലേക്ക് കിടക്കുകയാണ്. ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സ്റ്റേഷനറി ആർമേച്ചർ ഇൻ എൻ ആൾട്ടർനേറ്റർ. വി നോ ദാറ്റ് ആൾട്ടർനേറ്റർ കൺസിസ്റ്റ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് ഓൺ എ സ്റ്റേഷനറി എലമെന്റ് കോൾഡ് സ്റ്റേറ്റർ and field windings on a rotating element called rotor. Alternator consists of armature windings on a stationary element called stator and field windings on a rotating element called rotor. ഓക്കെ, അപ്പോൾ എപ്പോഴും ആർമേച്ചർ വൈൻഡിങ് സ്റ്റേറ്ററിലാക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കീപ്പിംഗ് ദി ആർമേച്ചർ വൈൻഡിങ് സ്റ്റേഷനറി? ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഈസി ടു വൈൻഡ് എ സ്റ്റേഷനറി ആർമേച്ചർ. നമുക്കറിയാം EMF is induced in the armature winding. The function of field winding is to produce the flux. That flux passes through the air gap and cuts the armature winding, and then EMF is induced in the armature winding. അപ്പോൾ ആർമേച്ചറിലാണ് EMF ജനറേറ്റ് ചെയ്യുന്നത്. ഒരു ആൾട്ടർനേറ്ററിന്റെ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ആർമേച്ചറിലാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള ആർമേച്ചർ വൈൻഡിങ് സ്റ്റേറ്ററിലാവുമ്പോൾ അത് വൈൻഡ് ചെയ്യാനായിട്ട് ഈസിയാണ്. ഇറ്റ് ഈസ് ഈസി ടു വൈൻഡ് എ സ്റ്റേഷനറി ആർമേച്ചർ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഈസി ടു ഇൻസുലേറ്റ് എ സ്റ്റേഷനറി ആർമേച്ചർ. കാരണം ഈ ആർമേച്ചർ വൈൻഡിങ് റോട്ടോറിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇൻസുലേഷന്റെ കൂടുതൽ പ്രൊവിഷൻ നമ്മൾ കൊടുക്കേണ്ടി വരുമായിരുന്നു, ഇൻസുലേഷൻ ഒരു ബേർഡൻ ആവുമായിരുന്നു. അപ്പോൾ അത് ആർമേച്ചർ വൈൻഡിങ് സ്റ്റേറ്ററിലായതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി ടു ഇൻസുലേറ്റ് എ സ്റ്റേഷനറി ആർമേച്ചർ. ഓക്കെ, then third one, no need of slip rings and brushes to collect AC voltage from a stationary armature. Suppose the armature is in rotor, definitely we have to use slip rings and brushes to collect AC voltage from a rotating armature. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആർമേച്ചറിൽ നിന്ന് വോൾട്ടേജ് കളക്ട് ചെയ്യണമെങ്കിൽ, ഇൻഡ്യൂസ് ചെയ്ത് EMF കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ we have to use slip rings and brushes. അതേസമയം here we are using the armature winding in the stator, therefore no need of slip rings and brushes to collect AC voltage from a stationary armature. Okay, then ബിക്കോസ് ഓഫ് ദ സ്റ്റേഷനറി ആർമേച്ചർ, അപ്പോൾ ഇൻസുലേഷൻ്റെ പ്രശ്നം അധികമില്ല, അതുപോലെ വൈൻഡ് ചെയ്യാനായിട്ട് ഈസിയാണ്. ദെൻ സ്ലിപ്പറിങ്ങും ബ്രഷും നമുക്ക് കാര്യമായിട്ട് വേണ്ടി വരുന്നില്ല. സ്റ്റേറ്ററിലാണെങ്കിൽ ആർമേച്ചർ വൈൻഡിങ് സ്റ്റേറ്ററിലായതുകൊണ്ട് ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും കളക്ട് ചെയ്യാനായിട്ട് സ്ലിപ്പറിങ്ങും ബ്രഷ് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവായിരിക്കും, മെയിൻ്റനൻസ് കുറവായിരിക്കും. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇഫ് സപ്പോസ് ആർമേച്ചർ വൈൻഡിങ് ഇസ് ഇൻ റോട്ടർ, ഡെഫിനറ്റ്ലി വി ഹാവ് ടു യൂസ് മോർ നമ്പർ ഓഫ് സ്ലിപ്പറിങ്സ് ആൻഡ് ബ്രഷസ്. ഇൻസുലേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു വൈൻഡ് എ റൊട്ടേറ്റിംഗ് ആർമേച്ചർ. അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ്. ആദ്യത്തെ 3 പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ബിക്കോസ് ഓഫ് സ്റ്റേഷനറി ആർമേച്ചർ ദർ വിൽ ബി ലോ കോസ്റ്റ്, ദർ വിൽ ബി ലോ മെയിൻ്റനൻസ്. And sixth point, there are two I told you there are two windings in an alternator. One is armature winding, another is field winding. We are keeping the armature winding in stator. Definitely we have to provide the field winding in rotor. The heavy winding is armature winding, in which EMF is induced. We are keeping that armature winding in the stator. A heavy winding is stator layukonde we can rotate the armature in a faster, we can rotate the armature at a higher speed and high EMF can be generated. Suppose ഒന്ന് ആലോചിച്ച് നോക്കൂ, if you are keeping the armature winding in rotor, so then the heavy armature winding is in rotor, so it is not possible to run the alternator at higher speeds and low EMF, thus and it is not possible to generate a higher EMF. But in the case of stationary armature, the stationary armature means armature winding is a heavy winding. That armature winding is in stator, therefore we can run the armature, run the alternator at a higher speed and high EMF can be generated. These are the advantages of keeping the armature winding stationary. Okay, I think it is clear. അതായത് it is easy to wind a stationary armature, easy to insulate a stationary armature, no need of slip rings and brushes to collect AC voltage from a stationary armature. ആദ്യത്തെ 3 പോയിന്റിനെ ബേസ് ചെയ്തിട്ട് കോസ്റ്റ് കുറവേ വേണ്ടു, മെയിൻ്റനൻസ് കുറവേ വേണ്ടു. അതുപോലെ തന്നെ ഹൈ സ്പീഡിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും ബിക്കോസ് ഹെവി വൈൻഡിങ് ഈസ് ഇൻ സ്റ്റേറ്റർ ആൻഡ് ലൈറ്റർ വൈൻഡിങ് ഫീൽഡ് വൈൻഡിങ് ഈസ് ഇൻ റോട്ടോർ. ഓക്കെ, ദെൻ അടുത്തത് ഒരു പ്രോബ്ലം ആണ്. അതായത് ഈ പാർട്ട് ബിയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. എ 3-phase alternator 50 Hz 8 pole has 180 conductors per phase. Flux per pole is 0.054 Weber. Find the induced EMF in this alternator. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, EMF equation of an alternator. First we have to write EMF equation of an alternator. We know that the EMF equation of an alternator is by heart പഠിക്കുക 4.44 F phi T Kc Kd
So unit is volt. This is the EMF equation of an alternator. It's a very simple problem. എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 4.44 is a constant value. 4.44. Frequency is 50 Hz. And 5 flux per pole is 0.054 Weber. Flux is equal to 0.054 Weber into the number of turns per phase. എല്ലാം per phase ആണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ബിക്കോസ് നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഇ ഫേസ് ആണ്. വി ഹാവ് റിട്ടൺ ദ ഇക്വേഷൻ ഓഫ് ഇ ഫേസ്, നോട്ട് ഇ എൽ. ലൈൻ വോൾട്ടേജ് അല്ല എഴുതിയിരിക്കുന്നത്, ഫേസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് ഇ എം എഫ് ആണ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ 5 is equal to 0.054 Weber. ടി കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ടേൺസ് പെർ ഫേസ് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ട് there are 180 conductors per phase. അപ്പോൾ ഒരു ഫേസിലെ കണ്ടക്ടർ എത്രയാണ്? 180 കണ്ടക്ടേഴ്സ്. അപ്പോൾ ഒരു ഫേസിലെ ടേൺ എത്രയാണ്? ടി is equal to Z/2. ടി is equal to അല്ലെങ്കിൽ ടി ഫേസ് is equal to Z phase divided by 2. Z phase is given. What is that? 180. 180 by 2 is equal to 90. So we know the value of T phase. ഇപ്പോൾ നമുക്ക് T phase ന്റെ വാല്യൂ നമുക്ക് അറിയാം. It is nothing but 90. Then what about the values of Kc and Kd? Assume Kp is equal to Kd is equal to 1. Okay, which is given in the problem. So Kc into Kd. Kc or Kp, അതായത് coil span factor or pitch factor, Kp or Kc രണ്ടും പറയൂട്ടോ. Kp or Kc is equal to 1. Kd means a distribution factor or breadth factor, which is also 1. അപ്പോൾ Kp is equal to 1, Kd is equal to 1. Kp തന്നെയാണ് Kc. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ you will get an answer that is 1078.92 volt ആണ് ഈ ഫേസ്, അതായത് EMF induced per phase. Then we have to find the value of line value of induced EMF. EL is equal to, this is a star connected alternator. Okay, this is a star connected alternator. പ്രത്യേകിച്ചൊന്നും unless stated otherwise, take it as a star connected alternator. അതല്ല ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈൻ വോൾട്ടേജ് is equal to phase voltage in a delta connected alternator. But in a star connected alternator, line voltage is equal to VL is equal to √3 V phase. So EL is equal to √3 into E phase. അപ്പോൾ സംശയിക്കേണ്ട അതിൽ സ്റ്റാർ കണക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ സ്റ്റാർ കണക്റ്റഡ് അൾട്ടർനേറ്റർ. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ സ്റ്റാർ കണക്ഷൻ ആയിട്ട് എടുക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു √3 into 1078.92. Its a final answer is 1868.74 volt. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം വളരെ സിമ്പിളാണ്. EMF ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാൻ സകല സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും ഇത്രയും സിമ്പിൾ ആയിക്കൊള്ളുന്നില്ല. കുറച്ചും കൂടി ചെറുതായിട്ടും കൂടി ഒരു ഹെവി ആയിട്ട് എന്തെങ്കിലും ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് എപ്പോഴും ഉറപ്പിക്കാവുന്ന, നിങ്ങൾക്ക് ഉറപ്പിച്ച് മാർക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റനാണ് EMF ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. Then next, അപ്പോൾ പാർട്ട് ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, Module 1 Part B second question. What is the significance of winding factor in the induced voltage of an alternator? Derive the expression for the same. അപ്പോൾ derive the expression for the same എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് EMF ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു E phase is equal to 4.44 F5T Kc Kd volt. Kc തന്നെയാണ് കേട്ടോ KB. Kc Kd volt. This is the its unit is volt. അപ്പോൾ നമുക്കത് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിലിപ്പോൾ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വൈൻഡിങ് ഫാക്ടർ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആദ്യം പറയാം. ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 4.44 F5T Kc into Kd എന്നുള്ളതിനെ we can write it as KW, winding factor. അതായത് KW is equal to Kp into Kd. KW is equal to Kp into Kd. Okay, Kpയുടെ ഇക്വേഷൻ Kp is equal to cos alpha by 2. Okay, in the case of a third harmonics or in the case of harmonics, you can rewrite the equation as cos of n alpha by 2 or x alpha by 2. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. Where n is the order of harmonics. N is the order of harmonics. N is the order of harmonics. അതേപോലെ Kd is equal to sin m beta by 2. Sin m beta by 2 divided by m sin beta by 2. Sin m beta by 2 divided by m sin beta by 2. Where m is equal to slot per pole per phase. Slot per pole per phase. Beta is equal to 180 divided by n. Where n is equal to slot per pole. N is equal to slot per pole. M is equal to slot per pole per phase. N is equal to slot per pole. Beta is equal to 180 by n.
ഇതാണ് സാധാരണ ഇക്വേഷൻ. അപ്പോൾ ആസ് ഫാർ ആസ് ഹാർമോണിക്സ് ഈസ് കൺസേൺ നമുക്കിതിനെ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് സൈൻ ഓഫ് എൻ ഇൻറ്റു വേർ എൻ ഈസ് ഓർഡർ ഓഫ് ഹാർമോണിക്. ഇപ്പോൾ ഈ എന്നും ആ എന്നും അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ ദ കേസ് ഓഫ് ഇവിടെ വേറൊരു എൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്നിന് പകരം ഞാൻ എക്സ് എഴുതാൻ പോയി, എനിക്ക് കൺഫ്യൂഷൻ ആവേണ്ട. എക്സ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ഹാർമോണിക്സിന് എക്സ് ഇസ് ഈക്വൽ ടു അപ്പോൾ സൈൻ എക്സ് കോസ് ആൽഫ ബൈ 2 എന്ന് റീറൈറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സൈൻ എക്സ് കോസ് ഓഫ് എക്സ് ആൽഫ ബൈ 2 cos of x alpha by 2 ആണ് കെപിയുടെ ഇക്വേഷൻ. ഓക്കെ, വേർ എക്സ് ഈസ് ദ ഓർഡർ ഓഫ് ഹാർമോണിക്സ്. ഇനി കെഡിയുടെ ഇക്വേഷൻ distribution factor equation sin m beta by 2 divided by m sin beta by 2. In the case of fundamentally generated waveform, the order of harmonics is equal to 1. Fundamental sinusoidal waveform n is equal to x is equal to 1. Apo in the case of harmonics, we can rewrite this equation as sin of x m beta by 2 divided by m into sin of x into beta by 2. അപ്പോൾ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ഹാർമോണിക്സ്. ഇഫ് ഇറ്റ് ഈസ് എ തേർഡ് ഓർഡർ ഹാർമോണിക്സ് ദ വാല്യൂ ഓഫ് x is equal to 3. If it is a fifth order harmonics, x is equal to 5. If it is a seventh order harmonics, x is equal to 7. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വൈൻഡിങ് ഫാക്ടർ ഇൻ ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഓഫ് എൻ അൾട്ടർനേറ്റർ. അതിൻ്റെ ആൻസർ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് ദ EMF equation. This EMF equation can be reduced as 4.44 FIT into KW volt. കാരണം KC into KD നമുക്ക് സിംപ്ലിഫൈ ചെയ്തത് വൈൻഡിങ് ഫാക്ടർ എന്ന് എഴുതാം KW. അപ്പോൾ KW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് KP and KD. There is a significance for harmonics in the case of a winding factor because Kp is equal to cos alpha by 2. If it is a fundamental generated sinusoidal waveform, the order of harmonics n is equal to 1. If it is a third order harmonics or fifth order harmonics or seventh order harmonics, x ന്റെ വാല്യൂ 1 ആവില്ല. തേർഡ് ഓർഡർ ഹാർമോണിക്സ് ആണെങ്കിൽ x ന്റെ വാല്യൂ 3 ആവും. ഫിഫ്ത്ത് ഓർഡർ ആണെങ്കിൽ x ന്റെ വാല്യൂ 5 ആവും. അപ്പോൾ Kp is equal to cos of 5 into alpha by 2. സെവൻത്ത് ഓർഡർ ഹാർമോണിക്സ് ആണെങ്കിൽ cos of 7 into alpha by 2. In the same manner, Kd is equal to sin m beta by 2 divided by m sin beta by 2, where m is equal to slot per pole per phase. അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ സൈനുസോയ്ഡൽ വേവ്ഫോമിന്റെ കേസിൽ ഈ ഇക്വേഷൻ. In the case of harmonics, you can use this equation. Okay. In the case of fundamental sinusoidal waveform, you can use this equation cos alpha by 2. In the case of harmonics, you can use the second equation. Okay. Otherwise, ഒരു ഇക്വേഷൻ പഠിച്ചാലും മതി, ഈ ഹാർമോണിക്സിന്റെ ഇക്വേഷൻ പഠിച്ചാലും മതി. In the case of fundamental x നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നോ പ്രോബ്ലം. അപ്പോൾ Kd is equal to sin of x m beta by 2 divided by m into sin of x beta by 2. അപ്പോൾ ഹാർമോണിക്സ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ തേർഡ് ഓർഡറോ ഫിഫ്ത്ത് ഓർഡറോ സെവൻത്ത് ഓർഡറോ ഹാർമോണിക്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ Kp will change, Kd will change, Kw will change, EMF induced in the alternator will change. അപ്പോൾ അതാണ് there is a significance for what is the significance of winding factor in the induced voltage of an alternator. അപ്പോൾ if Kp is equal to Kc or Kp is equal to 1, Kd is equal to 1, EMF will be more. If it is less than 1, if Kp and Kd is less than 1, definitely EMF will be reduced. അപ്പോൾ ഈ പറയുന്ന പോലെ in the case of harmonics, the value of Kp changes, the value of Kd changes, the value of winding factor changes, the value of EMF induced in the alternator changes. That is the answer. Okay. അതായത് Kw is the product of Kp and Kd. If Kp is equal to 1, Kd is equal to 1, induced EMF has a maximum value. If Kp and Kd is less than 1, definitely the induced EMF will reduce. Because in the case of harmonics, Kp and Kd reduces. Because Kp is equal to cos of x alpha by 2, Kd is equal to sin of x m beta by 2 by m into sin of x beta by 2. When there is harmonics, Kp, Kd reduces, Kw reduces, EMF reduces. That is the significance of winding factor in the induced voltage of an alternator. And the next part is, അത് മിക്കവാറും എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ സെയിം. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ Kp and Kd. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ ആണ്. അപ്പോൾ അത് രണ്ടിലും വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് മിക്കവാറും എല്ലാ എക്സാമിനും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഡെറിവേഷൻ ഓഫ് Kp. Derivation of Kp or Kc, coil span factor or pitch factor or coding factor. Kp or Kc. Kp is equal to vector sum of EMF induced in a coil. Kp is equal to vector sum of EMF induced in a coil
vector sum of EMF induced in a coil divided by arithmetic sum of EMF induced in a coil. Arithmetic sum of EMF induced in a coil. Vector sum of EMF induced in a coil by arithmetic sum of EMF induced in a coil, or vector sum of EMF induced in a coil means it is the EMF induced in a short pitched coil, because in a short pitched coil the coil span is not 180. If the coil span is less than 180 degree, definitely it will be a short pitched coil. Up in the case of short pitched coil, the resultant EMF in the short pitched coil is vector sum. The resultant EMF in the full pitched coil is it's a arithmetic sum. Upon this equation can be rewritten as Kp is equal to EMF induced in the short pitched coil, EMF induced in the short pitched coil, EMF induced in the short pitched coil divided by EMF induced in the full pitched coil, EMF induced in the full pitched coil. Okay, അപ്പോൾ ഞാൻ ഇത് നമുക്ക് ഇത് എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കുക. യെസ്, സോ കെ പി ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. സോ to find the arithmetic sum, if the coil is a full pitched coil, അപ്പോൾ coil side EMF induced in the one coil side is ES and EMF induced in the other coil side is also ES. So EMF induced in this coil side ES. Coil side means conductor. EMF induced in the two conductors constitute one coil. Conductor is also known as coil side. Okay, and this is denoted as O, and this is A, and this is B, and this is AB. Here I have drawn a short pitched coil. So EMF induced in this coil side AB is equal to ES. EMF induced in the next coil side is OB, which is also ES. So what is the vector sum of EMF induced in the short pitched coil? Because EMF induced in the short pitched coil is known as vector sum. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് in a short pitched coil span is short of 180 degree electrical by an angle alpha. കാരണം കോയിലുകൾ നമ്മൾ 180 ഇല്ല. In the case of a full pitched coil, in the case of a full pitched coil, coil span is equal to 180 degree. In a short pitched coil span is short of 180 degree by an angle alpha. If coil span is equal to 140, alpha is equal to 180 minus coil span. Alpha is equal to 180 minus coil span. Short coded angle alpha is equal to 180 minus coil span. So if coil span is equal to രണ്ട് coil സൈഡുകൾ തമ്മിലുള്ള ആ ഇലക്ട്രിക്കൽ ഡിഗ്രി 140 ഡിഗ്രി ആണെങ്കിൽ that is short coded angle is equal to 180 minus 140, which is equal to 40. In the case of full pitched coil, ആ രണ്ട് കോയിലുകൾ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്രയാ വരിക? ഇലക്ട്രിക്കൽ ഡിഗ്രി between the two sides of the coil is 180 degree ഇലക്ട്രിക്കൽ ആണ്. അപ്പോൾ in the case of a full pitched coil, resultant EMF in the full pitched coil is equal to arithmetic sum, which is equal to ES plus ES is equal to 2S. അതിന്റെ arithmetic sum എടുത്താൽ മതി. In the case of full pitched coil. What about short pitched coil? In a short pitched coil span is short of 180 degree electrical by an angle alpha, and this angle is 180 minus alpha, and this angle is 90 degree, and this is alpha, and this is 180 minus alpha. Definitely ഈ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളും കൂടി കൂട്ടുമ്പോൾ 180 ആണ് വരിക. സോ ദിസ് ഈസ് ആൽഫ ബൈ 2 ആൻഡ് ദിസ് ഈസ് ആൽഫ ബൈ 2. അപ്പോൾ ആൽഫ ബൈ 2 പ്ലസ് ആൽഫ ബൈ 2 is equal to alpha. Alpha plus 180 minus alpha is equal to 180. So this angle is alpha and this angle is 180 minus alpha. This angle is 180 minus alpha. അപ്പോൾ നോക്കൂ, 180 minus alpha plus alpha by 2 plus alpha by 2. Alpha by 2 plus alpha by 2 means plus alpha. 180 minus alpha plus alpha is equal to 180 degree. അപ്പോൾ ഈ ട്രയാങ്കിളിലെ മൂന്ന് ആംഗിളും കൂടി കൂട്ടുമ്പോൾ 180 ആണ് വരേണ്ടത്. ഈ സൈഡും ട്രയാങ്കിളിന്റെ ഈ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഈ സൈഡിനോ ഈക്വൽ സൈഡ്സിനെതിരായിട്ടുള്ള ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസെലസ് ട്രയാങ്കിളിൽ ഈക്വൽ സൈഡ്സിനെതിരായിട്ടുള്ള ആംഗിൾ ഈക്വൽ ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഈ സൈഡിനെതിരായിട്ടുള്ള ആംഗിൾ ഇത്, ഈ സൈഡിനെതിരായിട്ടുള്ള ആംഗിൾ ഇത്. ഡെഫിനറ്റ്ലി ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ഈസ് ആൽഫ ബൈ 2. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന്
ഈ പോയിന്റ് ഞാൻ കെ എന്ന് പേര് കൊടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം കൺസിഡറിംഗ് ട്രയാങ്കിൾ എ ഒ കെ. ട്രയാങ്കിൾ എ ഒ കെ, ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബിക്കോസ് ദിസ് ആംഗിൾ ഈസ് 90 degree. So triangle AOK is a right angle triangle. From this, cos alpha by 2. Cos alpha by 2 is equal to. Cos alpha by 2 is equal to. Cos means adjacent side by hypotenuse. So hypotenuse is AO. Okay, this is hypotenuse. So cos is equal to adjacent side by hypotenuse. That means adjacent side എന്ന് പറയുന്നത് AK, hypotenuse എന്ന് പറയുന്നത് ES. ES means EMF induced in one coil side or conductor. അപ്പോൾ cos alpha by 2 is equal to AK by ES. AK is equal to ES into cos alpha by 2. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് നമ്മൾ AK കണ്ടുപിടിച്ചു. ഇനി വാട്ട് അബൌട്ട് എ ട്രയാങ്കിൾ BOK? കൺസിഡർ ട്രയാങ്കിൾ BOK. ദിസ് ഈസ് ഓൾസോ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ because this angle is 90 degree. So in this case also take cos alpha by 2 because this angle is cos alpha. This angle is alpha by 2. Its cosine value is equal to adjacent side by hypotenuse. Its adjacent side is BK and hypotenuse is ES. So from this BK is equal to ES cos alpha by 2. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് EMF induced in the short pitch coil. EMF induced in the short pitch coil is equal to AO plus OB is equal to AB. So EMF induced in the short pitch coil is equal to EMF induced in the short pitch coil. EMF induced in the short pitched coil. EMF induced in the short pitched coil is equal to AO plus OB is equal to AB. So we have to find out AB. Vector sum is equal to AB, which is AB is equal to AK plus BK. AB is equal to AK plus BK is equal to ES cos alpha by 2. AK is equal to ES cos alpha by 2. BK is equal to ES cos alpha by 2. So ES cos alpha by 2 plus ES cos alpha by 2. That is 2 ES cos alpha by 2. 2 ES cos alpha by 2. Okay. From this, we can find out the value of Kp. So Kp is equal to vector sum of EMF induced in the coil. Vector sum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ES cos alpha by 2 divided by arithmetic sum. What is arithmetic sum? 2 ES. 2 ES, 2 ES cancelled. So coil span factor or pitch factor or coding factor is equal to cos alpha by 2, where alpha is the short coded angle. So derivation of Kp is over. അപ്പോൾ നമ്മൾ പിച്ച് ഫാക്ടർ ഓർ കോയിൽ സ്പാൻ ഫാക്ടർ ഓർ കോഡിംഗ് ഫാക്ടർ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓർ ബ്രെഡ്ത്ത് ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓർ ബ്രെഡ്ത്ത് ഫാക്ടർ, അതായത് KD is equal to വെക്റ്റർ സം ഓഫ് EMF induced in a winding. നേരത്തെ നമ്മളെ കോയിലാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ വൈൻഡിങ് ആണ്. 2 conductors constitute 1 coil. Number of a group of coils forms winding. Vector sum of EMF induced in a winding. Vector sum of EMF induced in a winding divided by arithmetic sum of EMF induced in a winding. Arithmetic sum of EMF induced in a winding. Okay. Vector sum of EMF induced in a winding divided by arithmetic sum of EMF induced in a winding. അതായത് vector sum of EMF induced in a winding means EMF induced in the distributed winding. EMF induced in the distributed winding divided by arithmetic sum means it is the EMF induced in the concentrated winding. EMF induced in the concentrated winding. Okay, so how can we derive? അപ്പോൾ KD അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ KD is equal to an equation vector sum of EMF induced in a winding divided by arithmetic sum of EMF induced in a winding, or it is the EMF induced in the distributed winding divided by EMF induced in the concentrated winding. That is EMF induced in the distributed winding means it's a vector sum. EMF induced in the concentrated winding means it's a arithmetic sum. Okay, so how can we derive? So first of all, you have to draw the
diagram A, B, C, D, D, E. There are 4 coils. Okay, A, B, B, C, C, D, D, E. For a group of coils form a winding. അപ്പോൾ എ ബി ഒരു കോയിൽ, ബി സി വേറൊരു കോയിൽ, സി ഡി മറ്റൊരു കോയിൽ, ഡി ഒരു വേറെ കോയിൽ. ഓരോ കോയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന ഓഫ് ഈസി. നേരത്തെ പറഞ്ഞത് ഓരോ കോയിൽ സൈഡാണ്. കാരണം കോയിൽ സൈഡ് കൂടി ചേർന്നിട്ടാണ് കോയിൽ ഉണ്ടാവുന്നത് ഇൻ ദ കേസ് ഓഫ് കോയിൽ സ്പാൻ ഫാക്ടർ. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വൈൻഡിങ് ഫാക്ടർ ആണ്. അപ്പോൾ കോയിലുകൾ കൂടി ചേർന്നിട്ടാണ് വൈൻഡിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കോയിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് ഈസി എന്നുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഓരോ കോയിലും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ ബി എല്ലായിടത്തും ഞാൻ എഴുതുന്നില്ല, ബി സിയുടെ അവിടെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എ ബി, ബി സി, സി ഡി, ഡി ഇ. ഓക്കെ, ഇതിന് ഞാൻ സെൻറ്റർ ഒ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഒ എ സെൻറ്റർ ആൻഡ് ഒ എസ് റേഡിയസ്. നമുക്കൊരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ എ ബി, ബി സി, സി ഡി, ഡി ഇ റെപ്രസെൻറ്റ്സ് ഡിഫറെൻറ്റ് കോയിൽസ്. ദീസ് ഡിഫറെൻറ്റ് കോയിൽസ് ഫോം എ വൈൻഡിങ്. അപ്പോൾ ഇതെല്ലാം കോയിലുകൾ കൂടിച്ചേർത്തുള്ള സെൻറ്റർ ഒ ആൻഡ് ദിസ് ഈസ് റേഡിയസ്. ഒ എ സെൻറ്റർ ആൻഡ് ഒ എസ് റേഡിയസ്. വി ക്യാൻ ഡ്രോ എ സർക്കിൾ വേണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാം. ആൻഡ് ഇറ്റ്സ് അരിത്മെറ്റിക് സം ഇൻഡ്യൂസ്ഡ് ഇൻ ദ വൈൻഡിങ് ഈസ് ഈക്വൽ ടു എല്ലാം കൂടി ആഡ് ചെയ്യുക. എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി ഇ. അതാണ് ഇതിൻ്റെ അരിത്മെറ്റിക് സം. ദാറ്റ് ഈസ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. വാട്ട് അബൌട്ട് ദ വെക്ടർ സം? ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ഇ. ഓക്കെ, അപ്പോൾ വെക്ടർ സം ഈസ് ഈക്വൽ ടു എ ഇ. അരിത്മെറ്റിക് സം മീൻസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി ഇ. ഓക്കെ, അപ്പം ആദ്യം അരിത്മെറ്റിക് സം കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓക്കെ, ഇതെല്ലാം ഒറ്റ പോയിന്റിലേക്കാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ആവണേ. അപ്പോൾ ആദ്യം ഞാൻ എ ബി കണ്ടുപിടിക്കാം. എ ബി, അതായത് എ ബി എന്നുള്ള ഇതെടുക്കുമ്പോൾ എ ബി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദ ട്രയാങ്കിൾ. ഇത് ഞാൻ പേര് കൊടുത്തു എ കെ. അപ്പോൾ ട്രയാങ്കിൾ എ ഒ കെ. അപ്പോൾ ട്രയാങ്കിൾ എ ഒ കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അരിത്മെറ്റിക് സം ആണ് കണ്ടുപിടിക്കുന്നത്. അരിത്മെറ്റിക് സം ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി ഇ. അതിൽ നമ്മളപ്പോൾ ആദ്യം എ ബി കണ്ടുപിടിക്കണം. ഓക്കെ, എ ബി കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എ ബി. ഫോർ ദിസ് we have to consider the triangle AOK. We have to consider the triangle AOK. Okay, AOK, this angle is a right angle, therefore AOK is a right angle triangle, and this angle between this side is beta, and angle between these two lines are beta by 2. Okay, beta by 2. And the total angle is, അതായത് beta plus beta plus beta plus beta. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ ബീറ്റ, ഇത് തമ്മിലുള്ള ആംഗിൾ ബീറ്റ, ഇത് തമ്മിലുള്ള ആംഗിൾ ബീറ്റ. അപ്പോൾ ആകെ 4 കോയിൽ കൂടി ചേർന്നിട്ടാണ് ഒരു വൈൻഡിംഗ് എന്ന് വിചാരിക്കരുത്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇഫ് ദർ ആർ m number of coils, this total angle is equal to m beta. This total angle is equal to m beta. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് for our convenience we have drawn only 4 coils. Don't think that there are only 4 coils in a winding. അങ്ങനെയല്ല. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ if there are m number of coils, this total angle difference is m beta. Okay, and the angle difference between the these two lines is beta, and this line is beta by 2. First of all, we are considering the triangle AOK. അപ്പോൾ AOK എന്നുള്ള ട്രയാങ്കിളിൽ sin beta by 2 is equal to, sin beta by 2 means opposite side by hypotenuse. അപ്പോൾ ഇതാണ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ sin beta is equal to opposite side by hypotenuse. Okay, sin beta by 2 opposite side is equal to AK, and hypotenuse is equal to R. Therefore, AK is equal to R sin beta by 2. R sin beta by 2. Similarly, we can consider the triangle AOK. Consider ചെയ്ത പോലെ തന്നെ we can consider the triangle BOK also. We will get the same answer. Similarly എന്ന് എഴുതി വെച്ചാൽ മതി, വീണ്ടും ഡിറൈവ് ചെയ്യേണ്ട കാര്യമില്ല. Similarly, consider triangle BOK. From this, we will get BK is equal to R sin beta by 2. So, what about AB? AB is equal to AK plus BK.
AK plus BK is equal to R sin beta by 2 plus R sin beta by 2. That is 2R sin beta by 2. 2R sin beta by 2. Okay. So how many coils are there? 4 coils എന്ന് പറയുന്നത് m number of coils. So AB plus BC plus CD plus DE is equal to its arithmetic sum. If there are m number of coils, what is the arithmetic sum? If there are 4 coils, what is the arithmetic sum? 4 into 2R sin beta by 2. If there are m number of coils in this winding, so what is the value of arithmetic sum? M into 2R sin beta by 2. So arithmetic sum of EMF is equal to, if there are m number of coils in this winding, definitely we can write m into 2R sin beta by 2. m into 2R sin beta by 2. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? അരിത്മെറ്റിക് സം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെക്ടർ സം. ഓക്കെ, അപ്പോൾ അരിത്മെറ്റിക് സം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഇറ്റ്സ് വെക്ടർ സം. വെക്ടർ സം ഈസ് ഈക്വൽ ടു AE. വെക്ടർ സം ഈസ് ഈക്വൽ ടു AE. അപ്പോൾ AE കണ്ടുപിടിക്കുമ്പോൾ ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി, ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഞാൻ വെറുതെ പി, ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം, ഞാൻ കൊടുത്തു പി എന്നുള്ള പോയിന്റ്. സോ വി ആർ കൺസിഡർ ദ ട്രയാങ്കിൾ AOP. വി ആർ കൺസിഡറിങ് ദ ട്രയാങ്കിൾ AOP. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AE ആണ്. അപ്പോൾ AE കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് നമ്മൾ വെക്ടർ സം ആണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. വെക്ടർ സം ഈസ് ഈക്വൽ ടു AE. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് AE കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കൺസിഡറിങ് ദ ട്രയാങ്കിൾ AOP. ആ AOPയിൽ ദിസ് ഹോൾ ആംഗിൾ ഈസ് ഈക്വൽ ടു m beta because there are m number of coils in this group. അപ്പോൾ this angle is beta, this angle is beta, this angle is beta, this angle is beta. So total angle is equal to m into beta because m number of coils are there and this is m beta. ഇതിന്റെ ഹാഫ് ആണ് ഇവിടെ വരിക. Therefore this is m beta by 2 and this is m beta by 2. ഈ ടോട്ടൽ m ബീറ്റയുടെ ജസ്റ്റ് ഹാഫ് ആണ് ഇത് വരിക, m beta by 2. ഓക്കെ, അപ്പോൾ as far as triangle AOP is concerned, AOP is a right angle triangle and this is hypotenuse. Okay, hypotenuse is equal to R. So what is sin m beta by 2? What is sin m beta by 2? Sin m beta by 2 is equal to opposite side by hypotenuse. Opposite side means AP. AP divided by R. So AP is equal to R sin m beta by 2. R sin m beta by 2. Similarly, we can find out PE. We have to consider we can consider triangle EOP. നമ്മൾ AOP കൺസിഡർ ചെയ്ത പോലെ സിമിലർലി വി ക്യാൻ കൺസിഡർ ദ ട്രയാങ്കിൾ EOP. ആദ്യം നമ്മൾ AOP ആണ് കൺസിഡർ ചെയ്തത്, ഇനി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് EOP. വി ക്യാൻ കൺസിഡർ ദ ട്രയാങ്കിൾ EOP. വി ക്യാൻ കൺസിഡർ ദ ട്രയാങ്കിൾ EOP. ഇങ്ങനെ ഈ ട്രയാങ്കിൾ EOP കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, അതായത് സൈൻ എം ബീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു, ഇതേപോലെ തന്നെ സൈൻ എം ബീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു AP ബൈ R എന്ന് പറഞ്ഞ പോലെ തന്നെ EP ബൈ R. ഓക്കെ, ഫ്രം ദിസ് EP ഇസ് ഈക്വൽ ടു R സൈൻ എം ബീറ്റ ബൈ 2. EP ഇസ് ഈക്വൽ ടു R സൈൻ എം ബീറ്റ ബൈ 2. ഓക്കെ, R sin m beta by 2. So what is AE? AE is equal to vector sum. AE is equal to its vector sum. AE is equal to AP plus PE. AE is equal to AP plus PE. AE is equal to AP plus PE is equal to R sin m beta by 2 plus R sin m beta by 2 is equal to 2R sin m beta by 2. R sin m beta by 2 plus R sin m beta by 2 is equal to 2R sin m beta by 2. 2R sin m beta by 2. Okay, അപ്പോൾ we got arithmetic sum, we got its vector sum, then we can easily find out distribution factor or breadth factor KD is equal to vector sum by arithmetic sum. That means 2R sin m beta by 2 divided by m into 2R sin beta by 2. ഇതാണ് ഇതിൻ്റെ അരിത്മെറ്റിക് സം, m into 2R sin beta by 2. ഇതാണ് ഇതിൻ്റെ വെക്ടർ സം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 2R ക്യാൻസൽഡ്. ദ ഫൈനൽ ആൻസർ ഈസ് KD is equal to sin m beta by 2 divided by m sin beta by 2. Okay, m sin beta by 2. Where m is equal to, I told you m is equal to slot per pole per phase. Beta is equal to 180 by n, where n is equal to slot per pole. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ KD is equal to sin m beta by 2 divided by m sin beta by 2. KP is equal to cos alpha by 2.
this is the derivation of winding factor. Winding factor is equal to where winding factor Kw is equal to Kp into Kd. Okay, so this question is over. I think this part is clear, this derivation is clear, I think. Then അപ്പോൾ ഈ ക്വസ്റ്റൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വൈൻഡിങ് ഫാക്ടർ ഇൻ ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഓഫ് എൻ ആൾട്ടർനേറ്റർ? അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞത് ആദ്യത്തെ പാർട്ട്. ദെൻ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ സെയിം. സോ യു ഹാവ് ടു ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ Kp ഫസ്റ്റ്, ദെൻ Kd, ദെൻ Kw is equal to Kp into Kd. So this question is over. Then next question. അപ്പോൾ നമ്മൾ ഇതിന്റെ ബി പാർട്ടിലെ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൾട്ടർനേറ്റേഴ്സ് ബേസ്ഡ് ഓൺ റോട്ടർ കൺസ്ട്രക്ഷൻ. അപ്പോൾ അൾട്ടർനേറ്റർ മീൻസ് AC ജനറേറ്റർ. അൾട്ടർനേറ്റർ കൺസിസ്റ്റ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്സ് ഓൺ എ സ്റ്റേഷനറി എലമെന്റ് കോൾഡ് സ്റ്റേറ്റർ ആൻഡ് ഫീൽഡ് വൈൻഡിങ്സ് ഓൺ എ റൊട്ടേറ്റിംഗ് എലമെന്റ് കോൾഡ് റോട്ടർ. Okay, there are two types of alternators. Alternators are classified according to its rotor construction. There are two windings in an alternator, armature winding and field winding. Armature winding is in stator and field winding is in rotor. According to the rotor construction, alternators are classified into two: salient pole alternator and non-salient pole alternator. Non-salient pole alternator is also known as or കഴിഞ്ഞിട്ട് space and or smooth cylindrical type alternator. So there are two types of alternators: salient pole alternator and non-salient pole alternator. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ there are two types of rotors. ഒന്ന് salient pole rotor, മറ്റൊന്ന് non-salient pole rotor. According to the rotor construction, alternators are named as salient pole rotor, and according to the rotor construction, there are two types of rotor: salient pole rotor and non-salient pole rotor, and hence the alternators are named as salient pole alternator and non-salient pole alternator. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അൾട്ടർനേറ്ററിൽ സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. സ്റ്റേറ്ററിലുള്ളത് ആർമേച്ചർ വൈൻഡിങ്. റോട്ടർ ഒരു salient pole റോട്ടർ ആണെങ്കിൽ ആ അൾട്ടർനേറ്ററിനെ salient pole alternator എന്ന് വിളിക്കും. ഇഫ് ദ റോട്ടർ ഈസ് എ നോൺ salient pole റോട്ടർ ഓർ സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടർ, ആ അൾട്ടർനേറ്ററിനെ സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് അൾട്ടർനേറ്റർ ഓർ നോൺ salient pole alternator എന്ന് വിളിക്കാം. അപ്പോൾ റോട്ടോറിന്റെ കൺസ്ട്രക്ഷനെ ആക്ച്വലി ആ റോട്ടോറിനാണ് ആ പേര് വരുന്നത്. therefore those alternators are named as salient pole alternator and non-salient pole. ഒരു പക്ഷേ ചോദിക്കണം, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോട്ടോഴ്സ് ഓഫ് എൻ ആൾട്ടർനേറ്റർ? ഏതൊക്കെ ആൾട്ടർനേറ്റർ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോട്ടർ ഏതാ? salient pole റോട്ടർ, നോൺ salient pole റോട്ടർ. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾട്ടർനേറ്റർ? salient pole റോട്ടർ ഉള്ള ആൾട്ടർനേറ്റർ salient pole alternator, നോൺ salient pole റോട്ടോർ ഉള്ള ആൾട്ടർനേറ്റർ നോൺ salient pole ഓർ സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് ആൾട്ടർനേറ്റർ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോട്ടോഴ്സ് എന്ന് ചോദിച്ചാലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾട്ടർനേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരുപോലെ തന്നെ. ഇനി എന്താണ് salient pole ഓർ പ്രൊജക്റ്റിംഗ് പോൾ ടൈപ്പ് ആൾട്ടർനേറ്റർ? ഇതിന്റെ ഫിഗർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ salient pole rotor and this is a non-salient pole rotor. This is a salient pole rotor and this is a non-salient pole rotor. In the case of salient pole rotor, salient means saliency, അതായത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുക. In a salient pole rotor, it consists of a circular steel frame. Salient pole rotor consists of a circular steel frame. Poles are projecting outwards. Therefore, this rotor is known as salient pole rotor. And field winding is wound on these poles. അപ്പോൾ ഫീൽഡ് വൈൻഡിങ് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചുറ്റുന്നു. അടുത്തതിൽ ഒരു വൈൻഡിങ്ങിൽ if we are providing the winding clockwise and anti-clockwise direction alternatively, we are getting the north poles and south poles alternatively. So this is the salient pole rotor. Whereas in the case of a non-salient pole rotor or smooth cylindrical type rotor, rotor is made of a smooth solid forged steel radially cylinder having number of slots. അതായത് in the case of non-salient pole or smooth cylindrical type rotor, there are no projecting poles or salient poles on the rotor. It is cylindrical in shape. Slots are provided on its outer periphery and winding is provided in field winding is provided in these slots. Okay, rotor is cylindrical in shape. Slots are provided on its outer periphery and winding is provided in these slots. അപ്പോൾ അതിൽ തന്നെ ഇവിടെ ഇതാണ് ദാറ്റ്സ് ദ മെയിൻ ഡിഫറൻസ്. കൺസ്ട്രക്ഷനിൽ ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ salient pole rotor and non-salient pole rotor. ഇനി മറ്റുള്ള വ്യത്യാസങ്ങൾ, this rotor is used in a low speed alternator and this rotor is used in a high speed alternator. Okay, അടുത്ത പോയിന്റ്, this rotor has large diameter and low axial length, whereas this rotor has low diameter and large axial length. അതായത് salient pole rotor has large diameter and low axial length, whereas this non-salient pole or smooth cylindrical type rotor has low diameter and large axial length. This rotor is used in
salient pole rotor is used in low speed alternator and this rotor is used in high speed alternator. Adutha point, these are driven by gas engines or gas turbine. That means salient pole alternators, salient pole rotor used in alternators are driven by gas engines or gas turbines, and these are driven by steam engines or steam turbines. At the point I told you, this is a low speed alternator and this is a high speed alternator. Therefore, this alternator consists of less number of poles and this alternator consists of more number of poles, because alternator runs at synchronous speed. Therefore, this alternator or AC generator is also known as synchronous generator. The speed is synchronous speed. Synchronous speed can be represented as Ns. Ns is equal to 120 F by P. So these are the main differences between salient pole rotor and non-salient pole rotor. The difference, salient pole rotor consists of a circular steel frame. Poles are projecting outwards and winding is wound on these poles alternately in order to get a north and south pole, whereas a non-salient or smooth cylindrical type consists of, it is cylindrical in shape. Slots are provided on its outer periphery and winding is provided in the slots. This is a low speed alternator, this is a high speed alternator, and these are driven by gas engines or gas turbines, and these type of alternators are driven by steam engines or steam turbines. And this is a low speed alternator, hence more number of poles. This is a high speed alternator and less number of poles. And this type of rotor or this type of alternator rotor has large diameter and low axial length, and this has small diameter and a large axial length. Idana pradhanapetta differences. Okay, so that is the main difference between cylindrical type and non-cylindrical type rotor, or cylindrical type alternator and salient pole alternator and non-salient pole alternator. അപ്പോൾ 19 സ്കീമിലെ EET307 സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീനിലെ 2021 ഡിസംബർ എക്സാമിൻ്റെ മൊഡ്യൂൾ 1 സൊല്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സെഷനിൽ മൊഡ്യൂൾ 2 ആയിട്ട് വരും. താങ്ക് യു.